മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വിവിധ ജീവിതാവസ്ഥയിലുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഈ ചർച്ചാ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പിള്ളിയാണ്. ഡോക്ടറെയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, ചില കാര്യങ്ങളോട് നമുക്ക് ചില ഇഷ്ടക്കേടുകളും പൊരുത്തക്കേടുകളുമുണ്ട്. ഇത് നമുക്ക് പലതരത്തിലുള്ള വെറുപ്പുകൾ ഉളവാക്കുന്നു. ഇതിനുള്ള കാരണം എന്താണ്? ഇത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണോ? തീർച്ചയായിട്ടും മാനസിക ആരോഗ്യ രംഗത്ത് നമ്മൾ ചിലതെല്ലാം രോഗങ്ങളെ നിർണ്ണയിക്കും, ഡയഗ്നോസിസ് കൊടുക്കുന്നു. പക്ഷേ ചിലരൊക്കെ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചില അവസ്ഥകളാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച ആ ഒരു രീതിയിൽ ഒരു മൈക്രോ അഗ്രഷൻ, അതായത് ചെറിയ ചെറിയ വെറുപ്പുകൾ നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് ആ വെറുപ്പുകൾ മനുഷ്യരോടായാലും സ്ഥലങ്ങളോടായാലും അല്ലെങ്കിൽ ചില അവസ്ഥകളോടായാലും നമ്മൾ അത് പ്രതികരിക്കുന്നു. ആ ഒരു രീതിയാണ് നമ്മൾ ഈ മൈക്രോ അഗ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളിൽ അമിതമായിട്ട് ഈ ഒരു മൈക്രോ അഗ്രഷൻ, അതായത് ചെറിയ രീതിയിലുള്ള വെറുപ്പുകൾ കൂടിക്കിടന്നു കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുമുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൈക്രോ അഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു ടേം തന്നെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ തന്നെ ഒരാളുടെ മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യത്തെ ബാധിക്കാനായിട്ട് കാര്യമുള്ള ഒരു കാരണം തന്നെയാണ്. മാനസിക ആരോഗ്യത്തെക്കാൾ ഉപരിയായിട്ടൊരു സ്വഭാവ വൈകല്യമാണോ അതോ മാനസിക തീർച്ചയായിട്ടും ഇത് തമ്മിൽ ഒരു കോൺട്രഡിക്ടറിയോ ആണ്, ഒരു കോംപ്ലിമെന്ററി ആണ്. അതായത് ഒരു മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അയാളുടെ മാനസിക ആരോഗ്യവുമായിട്ടും മാനസിക നിലയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അയാളിൽ ഉണ്ടാവുന്ന സ്വഭാവ പ്രത്യേകതകൾ മറ്റുള്ളവരുടെ മാനസിക നിലയെയും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ മൈക്രോ അഗ്രഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതൊരു ക്യാരക്ടർ, അതായത് ഒരു സ്വഭാവമായിട്ട് തുടങ്ങുന്നു. പിന്നീട് അയാളിൽ ആ ഒരു കാര്യം ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്, മറ്റുള്ളവർക്ക് ശല്യമായി നമ്മള് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന, ഇപ്പൊ ചൈൽഡ്ഹുഡ് മാത്രമല്ല കേട്ടോ, ഏതൊരു അവസ്ഥയിലും ഇപ്പൊ മുതിർന്നവരിലും ഉണ്ടാകാം. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ചില രാജ്യക്കാരോട് നമുക്ക് തോന്നുന്ന അവരൊന്നും നമ്മളെ ചെയ്തിട്ടല്ല, പക്ഷേ അവിടെ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതെന്ന് നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ രാജ്യക്കാരോട് അവർ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളില് അവരെ കുറിച്ചൊരു മോശമായ ഒരു ചിന്താധാരയാണുള്ളത്. അപ്പം ആ ചിന്തയിൽ നിന്നാണ് ഇതുപോലെയുള്ള ഒരു വെറുപ്പ് ഉളവാകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ. പൊരുത്തപ്പെടാൻ പറ്റാത്ത ആ അവസ്ഥയെ പൊരുത്തപ്പെടാനുള്ള സാധ്യതകൾ കുറയുമ്പോൾ അത് ഇഷ്ടക്കേടായി. ഈ ഇഷ്ടക്കേട് മനസ്സിൽ പിന്നീട് വെറുപ്പായി. ഈ നമ്മുടെ വെറുപ്പ് ചിലപ്പോൾ വെർബലി നോൺ വെർബലി, അതായത് നമ്മുടെ ഇന്ററാക്ഷനിൽ അവരുമായിട്ടുള്ള ആ ഒരു ഇടപെടലുകളിൽ അത് പുറത്തു വരും. അപ്പൊ അത് ചിലപ്പോൾ വെർബലി ആയിരിക്കാം വരുന്നത്, വാക്കുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ പറയും കുത്തുവാക്കുകൾ പറഞ്ഞു, അല്ലെങ്കിൽ അവര് എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ നോട്ടം, അവർ നമ്മളെ നോക്കിയില്ല, നമ്മളുടെ ഒരു കാര്യം ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടിയില്ല. സോ ഈ ഒരു രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിന് ഉണ്ടാകാനുള്ള നമ്മൾ യഥാർത്ഥമായ ഒരു കാരണം പറയുമ്പോഴത്തേക്കും ഓരോ വ്യക്തിയും സാഹചര്യങ്ങൾ എടുക്കുന്ന ശൈലിയാണ്. ഞാൻ എങ്ങനെയാണ് ഞാൻ എടുത്തത് എങ്ങനെയാണ്, ആ ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ആ മനസ്സിലാക്കപ്പെടുന്നതിലുള്ള
എൻ്റെ പ്രത്യേകത കൊണ്ടാണ് ആ വെറുപ്പ് ഉളവാകാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഇഷ്ടക്കേടുകൾ ഉണ്ടായി എന്ന് കരുതുക. പിന്നീട് ആ അവസ്ഥയിൽ മാറ്റം സംഭവിച്ചാലും അല്ലെങ്കിൽ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിച്ചാലും നമുക്ക് അയാളോടുള്ള വെറുപ്പ് മാറുന്നില്ല, അല്ലെങ്കിൽ അയാളോടുള്ള ആ നമ്മുടെ മനോഭാവം മാറ്റാൻ സാധിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് കാരണസഹിതം അത് മാറ്റം വരാണെന്ന് പറഞ്ഞു തന്നാലും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളെ മാറുന്ന രീതിയിൽ ഉള്ള പ്രകടനങ്ങൾ അവിടെ ഉണ്ടായാലും ഒരു ആവർത്തനം, അതായത് ഒരു ഇഞ്ചുറി ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് പലവട്ടവും ആവുമ്പോഴാണ് അതൊരു പൊരുത്തക്കേടിലേക്ക് പോകുന്നത്. പണ്ടേ നമ്മൾ പറഞ്ഞും വായിച്ചു അറിഞ്ഞ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം, ഇപ്പൊ രാജ്യങ്ങളിലെ കാര്യം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളോടുള്ള നമ്മുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അത് ആ ഒരു ഇതിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. സമൂഹം മാറി, പക്ഷെ വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ ആ വായിച്ചതിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഈ മൈക്രോ അഗ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മൾ ചിലപ്പോൾ അത് ഓർക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പരിശ്രമിക്കുന്നതും അത് തന്നെയാണ്. ഓരോരുത്തരുടെ ഉള്ളില് ഇങ്ങനെയുള്ള ചില വെറുപ്പുകൾ, മാറാതെ കിടക്കുന്ന ചില വെറുപ്പുകൾ, അല്ലെങ്കിൽ ആരോ പറഞ്ഞ് കേട്ടേക്കുന്ന അല്ലെങ്കിൽ എവിടെയോ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹിസ്റ്ററിയുടെ വെളിച്ചത്തിലായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ ഇതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്നൊരു കേസ് തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഏകദേശം ഒരു 20-22 വയസ്സ് പ്രായം ചെറുപ്പക്കാരൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. അപ്പോൾ അവന് എൻജിനീയറിംഗ് സെലക്ഷൻ കിട്ടിയപ്പോഴത്തേക്കും കിട്ടിയിരിക്കുന്ന ഒരു കോളേജ് കുറച്ച് റിമോട്ട് ഏരിയയിലുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി ടൗൺഷിപ്പ്, അതായത് ഒരു പട്ടണ മധ്യത്തിൽ ആ ഒരു രീതി ജീവിച്ചു വന്നതാണ്. അപ്പം ഗ്രാമവാസികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവൻ്റെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ, സംസ്കാരമില്ലാത്തവർ, അവർക്ക് പൈസയില്ല, അവർക്ക് എങ്ങനെയാ ഇടപെടേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു എല്ലാ സോഷ്യോ എക്കണോമിക്കലി അവരെല്ലാവരും പുവറാണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സാംസ്കാരിക ഉന്നമനമൊന്നും വന്നിട്ടില്ല എന്നതാണ് അവൻ്റെ ഒരു കോർ തോട്ട്, അതായത് ചിന്ത. ഇവനാണ് ആ ഒരു അന്തരീക്ഷത്തിലേക്കുള്ള കോളേജിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെല്ലുന്നു, അവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു കൾച്ചർ, അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സിനും അറിയാം. വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ലെവലിനനുസരിച്ചാണ് കൂടുതലും ടീച്ചേഴ്സും പെരുമാറുന്നത്. അപ്പം ഇതൊന്നും അവനങ്ങ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത അതൊരു വില്ലേജിലാണ്, അതൊരു ഗ്രാമ അന്തരീക്ഷത്തിലാണ് ആ കോളേജ്. അത് തന്നെ അവനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റിഗ്മയുണ്ട്. ഓക്കെ, കൊള്ളില്ലായിരിക്കും, അവിടെ ഉള്ളവരെല്ലാവരും ഇതേപോലെ ആയിരിക്കും, അവർക്ക് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കാൻ അറിയില്ല, ഇടപെടാൻ അറിയില്ല. പിന്നെ അവരുമായിട്ട് ഇവൻ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പം ഇവനിങ്ങനെ കുത്തുവാക്കുകളൊക്കെ പറയും. നിങ്ങളൊക്കെ ഇത് വല്ലതും കണ്ടിട്ടുണ്ടോ, ഇതൊന്നും ഇങ്ങനെയല്ല എന്നുള്ളത്. പതുക്കെ ആ ഇഷ്ടക്കേട് അവനിൽ തന്നെ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അത് അവന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് 100-ൽ 100 മാർക്കും കിട്ടിയിട്ട് എന്നാ കാര്യം, അവൻ്റെ കൂടെയല്ലേ ഞാൻ ഇരുന്നത്. അപ്പൊ അവനൊരു ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടവരുടെ കൂട്ടത്തിലല്ല കോമ്പീറ്റ് ചെയ്യുന്നത് എന്നൊരു ചിന്ത വരികയാണ്. പതുക്കെ അവൻ്റെ പഠനം കുറയാനായിട്ട് തുടങ്ങി, ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. പതുക്കെ ഇവൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി, ഇവൻ വിജയിച്ചില്ല, തോറ്റുപോയി. ഈ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മനസ്സിലായി എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്നത്. അപ്പം കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് ഇവന്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു പ്രദേശത്തോടുള്ള വെറുപ്പ്, ആ പ്രദേശത്തിലുള്ള ആൾക്കാരോടുള്ള വെറുപ്പ്, ആ ടീച്ചേഴ്സിനോടുള്ള വെറുപ്പ്, ഇതെല്ലാം ഇവന്റെ പഠനത്തെ ബാധിച്ചു. ഈ പഠനത്തെ ബാധിച്ചത് അവൻ അവിടെ ഫെയിലിയർ ആകുക ചെയ്തത്. ആ ഫെയിലിയറിനെ അവരുടെ മുൻപിൽ വെച്ച് അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറ്റു കുട്ടികളാണ് തോറ്റുപോയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഇത്രയും ടൗണിൽ നിന്ന് ഞാൻ ചെന്നു, എന്നിട്ട് ഞാൻ തോറ്റുപോയി. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കുമുള്ള ഒരു രോഗലക്ഷണങ്ങളുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിലെ ഡിപ്രഷനാണ്. കാരണം ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്ക് കടന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അവൻ പിന്മാറി, അവൻ ആകെ മൂടിയായി, അവൻ മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ടേക്ക് പോയ പോലെ അല്ല ഉള്ളത്. പക്ഷേ ഇതിന്റെ കാരണങ്ങൾ തിരക്കി വരുമ്പോൾ ഈ ഒരു മൈക്രോ അഗ്രഷൻ
ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം തന്നെയാണ്. അപ്പം ഇതുപോലെ ആയിരിക്കും പലപ്പോഴും പല രോഗങ്ങളുടെയും വെർഷൻ. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ് സ്റ്റേ വിത്ത് ഗോഡ്. നമ്മുടെ ഫാമിലിയിലേക്ക് തന്നെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഭാര്യ ഒരു ചിലപ്പോൾ ഗ്രാമമായിരിക്കും, ഹസ്ബൻഡ് ടൗണിലായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഈ ഗ്രാമത്തിൽ വളർന്ന ആ സ്ത്രീയുടെ കാഴ്ചപ്പാടുകളും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ആദ്യമൊക്കെ അത് ഒരു ചെറിയ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഗ്യാപ്പ് കൂടുതൽ ആ വൂണ്ടഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതൊരു ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ഉണ്ട്, ചാൻസ് ഉണ്ട്. ഇപ്പൊ സിസ്റ്ററിന്റെ ഒരു അനുഭവം നമ്മളിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ വീടുകളിലെ കാര്യങ്ങൾ, കുത്തുവാക്കുകൾ പറയുക, അല്ലെങ്കിൽ ഒരു വെറുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തില് ഇപ്പൊ നമ്മള് അതങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാ അമ്മായി അമ്മ മരുമകള്. അപ്പൊ അവര് രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ നല്ല സ്നേഹമുള്ളവരായിരിക്കാം, കരുതുന്നവരായിരിക്കാം. പക്ഷേ ആ ഒരു ടൈം തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് തന്നെ വരുമ്പോഴത്തേക്ക് അമ്മായി അമ്മ, അപ്പോഴേ പെട്ടെന്ന് ചെല്ലുന്ന എന്നാ പ്രശ്നക്കാര്, അല്ലെ മരുമോൾ, എന്നാ പ്രശ്നമായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു ചെറിയ വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ് മനസ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വെർബലി നോൺ വെർബലി എന്നും എക്സ്പ്രസ് ചെയ്യും. അവര് നോക്കിയില്ല, അല്ലെ അവര് പറഞ്ഞത് എനിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ചെറിയ പ്രശ്നമെങ്കിലും അതിലൂടെ പതുക്കെ ഇവർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനിൽ വ്യത്യാസം വരികയാണ്. ആ വ്യത്യാസം ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് ബാധിക്കുന്നത്. നമ്മളെപ്പോഴും ഈ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അതിൻ്റെ അകത്തുണ്ട്, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു പ്രശ്നം തിരിച്ചറിയാനും കുടുംബങ്ങളിൽ തന്നെ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ അതെങ്ങനെ സാധിക്കും? അത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എങ്ങനെയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ? ഇവരുടെ കൂടെയുള്ള ആളുകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഈ ആളെ മനസ്സിലാക്കാൻ സാധിക്കണമല്ലോ, അതിന് എങ്ങനെയാണ് സാധിക്കുക? നമുക്ക് സാധാരണയായിട്ട് ഇത് ഉത്കണ്ഠപരമായിട്ടുള്ള രോഗങ്ങളിലേക്ക്, പിന്നെ പാരനോയിഡ്, അതായത് സംശയഗ്രസ്തമായ രോഗങ്ങളിലേക്കൊക്കെയാണ് ഇത് വഴിതെളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. അപ്പൊ സാധാരണ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ പറയും അവർക്ക് ഇന്നയാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ആള് എനിക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് അവരോട് പറയും നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാനായിട്ട് പറ്റും അവരുടെ തോട്ട് പാറ്റേൺ എന്താണ്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലവുമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് ജനറൽ കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ സൈക്കോ തെറാപ്പിയിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് CBT കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലേക്കൊക്കെ കടക്കുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. എന്താ അവർ ചിന്തിക്കുന്നത്, ആ ഒരു ഫാമിലിയെ കുറിച്ച്, ഫാമിലിയുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഫേവർ, ആരൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നക്കാര്. അങ്ങനെ പ്രശ്നക്കാരാണെന്ന് പറയുവാണെങ്കിൽ എന്തുകൊണ്ടാ അവർ പ്രശ്നക്കാരാണെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ ഇവര് കണ്ട കുറെ വസ്തുതകളിൽ നിന്നാണ് അവർ പ്രശ്നക്കാരാന്ന് പറയുന്നത്. പക്ഷെ അതായിരിക്കണമെന്നില്ല. ഇപ്പൊ ഒരു തെറാപ്പിസ്റ്റിന്റെ മുൻപിൽ വെച്ച്, അല്ലെ തേർഡ് പാർട്ടിയുടെ മുൻപിൽ വെച്ച് ഈ കാര്യങ്ങള് നമ്മൾ അനാവരണം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്വഭാവത്തിന്റെ പ്രത്യേകതകളാണ് അവരെ അതുപോലെ പ്രതികരിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്നൊരാളോടുള്ള വലിയ പ്രശ്നമല്ല അയാൾക്കുണ്ടായിരിക്കുന്നത്. മിക്കവാറും ഈ പ്രശ്നം വളരെ സങ്കീർണമായ അവസ്ഥയിലല്ലേ ഒരു ഡോക്ടറെ സമീപിക്കുന്നത്, സൈക്കോളജി പ്രത്യേകിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലും സാറിന്റെ ഈ ആയുർവേദിക് ട്രീറ്റ്മെന്റിലും ആ ഒരു രീതിയിലേക്കൊക്കെ ഇതിന്റെ മൈൽഡർ ഫോമും ചിലപ്പം എത്താൻ ചാൻസ് ഉണ്ട്. കാരണം പലപ്പോഴും ക്രോണിക് പെയിൻ ആയിട്ട്, അതുപോലെ തന്നെ ചിലർ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്, അതാണ് ഇതാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, കെയറും അറ്റൻഷനും കിട്ടാനായിട്ടുള്ള ഇതൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഈ മൈക്രോ അഗ്രഷന്റെ രൂപങ്ങൾ കാണും.
വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് പ്രശ്നം രൂക്ഷമൂലമാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കും ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, അവൾക്കൊരു അഫെയർ ഉണ്ട്, വീട്ടിലൊക്കെ അറിയാം, എല്ലാം അറിയാം, മച്ചുവേർഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, PG ലെവലിൽ പഠിക്കുന്നു. പക്ഷെ എപ്പോഴൊക്കെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നോ പിറ്റേ ദിവസം പുള്ളിക്കാരത്തേക്ക് ജലദോഷം, പനി, എന്തെങ്കിലുമായിട്ടൊരു പ്രശ്നമാകും, 2 ദിവസം കോളേജിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതായത് ആരുടെ കയ്യിൽ നിന്നാണോ സ്നേഹം കിട്ടേണ്ടത് അവരിൽ നിന്ന് അതിന് എതിരായിട്ടുള്ള ഒരു കാര്യം വന്നു കഴിയുമ്പോഴത്തേക്കും, അത് വേണമെങ്കിൽ ഒരു മൈക്രോ അഗ്രഷൻ തന്നെ നമുക്ക് പറയാം, അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ പെട്ടെന്നൊരു പാസിവിറ്റി കാണിക്കുന്നുണ്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് അത് വളരെ കോമൺ ആണല്ലോ ഇപ്പോൾ. കാരണം ഒരാളുടെ സാമീപ്യം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ചിലര് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു യോഗത്തിന് ഇരുന്നു, അതിൻ്റെ അടുത്തിരുന്ന ഒരാള് അവര് തമ്മിൽ അയൽവക്കക്കാരാണ്, അപ്പൊ അതിർത്തി തർക്കങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയാണ് അടുത്തിരുന്നത് എന്നതിന്റെ പേരിൽ തന്നെ അയാൾക്ക് വൈകുന്നേരം ഇപ്പൊ മൈഗ്രെയിനായി. കാരണം സമയം ഇയാളെ ഇങ്ങനെ അടുത്തിരിക്കുകയല്ലേ, പ്രോക്സിമിറ്റി, പ്രസൻസ് തന്നെ അയാൾക്കൊരു അഗ്രഷൻ കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ വെറുപ്പ് ആലോചിച്ചിരിക്കുമ്പോൾ അയാളുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ പറയും സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട്. അതായത് സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ന്യൂറോളജിക്കൽ കണ്ടീഷനെ ബാധിക്കുന്നുണ്ട്. ആ ന്യൂറോളജിക്കൽ കണ്ടീഷൻ, നാഡീവ്യൂഹ സംബന്ധിയായ കാര്യങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇവൺ ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്നും അടിയാം, അവർ തമ്മിൽ യാതൊരു കോമ്പിനേഷനും വരുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു സ്നേഹത്തിന്റെ ഒരു ബോണ്ടിങ് വരുന്നില്ല എങ്കിൽ കുറെ കാലം ആ ഹസ്ബൻഡിന്റെ കൂടത്തിൽ താമസിച്ചത് കൊണ്ട് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ആ ഭാര്യയുടെ കൂടെ താമസിച്ചുകൊണ്ട് ഭർത്താവിനോ ഒക്കെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളൊരു സൈക്കോളജിക്കൽ മാറ്ററിൽ തന്നെയല്ല, ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഒരു വൈവാഹിക ജീവിതം, അവരുടെ വിവാഹ ജീവിതം അറ്റർലി ഫെയിലിയർ ആയി പോകുന്നു, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ക്രോണിക് പെയിനിന് അവര് അടിമകളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇവര് സൈക്കോളജിക്കലായിട്ട് സമ്മർദ്ദം കൂടി ആങ്സൈറ്റി പോലെയുള്ള ഉത്കണ്ഠ, വിഷാദം, അല്ലെങ്കിൽ സംശയരോഗം പോലെയുള്ള കാര്യങ്ങൾക്ക് അടിമകളായി, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വരാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട്. നമ്മൾ ചില മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് ചെറുപ്പത്തിലെ കിട്ടുന്ന എന്തെങ്കിലോട് തോന്നുന്ന ഒരു വെറുപ്പ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു അടികളായിരിക്കാം, ഇതെല്ലാം പിന്നീട് അവരെ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ വലുതാവുമ്പോൾ അവരെ അക്രമാസക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുമായിട്ട് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ വെറുപ്പുകൾ കൊടുക്കരുതെന്ന് പറയും. കാരണം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ കുഞ്ഞു മനസ്സിലേക്ക് കിടക്കുന്ന വെറുപ്പ്. ഇപ്പം മറ്റു കുട്ടികളെല്ലാം ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയെ മാത്രം പേരെടുത്ത് വിളിച്ചു, അവനെ വിളിച്ചു ശിക്ഷിച്ചു, അല്ലെ അവനെ ക്ലാസ്സിന് പുറത്തേക്ക് വിട്ടു. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിൽ വരുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത് ഒരു വെറുപ്പിന്റെയാണ്, ഇഷ്ടക്കേടിന്റെയാണ്. ഈ ഇഷ്ടക്കേട് പിന്നീട് അവന് എപ്പോഴും ഉണ്ടാവുന്ന കാര്യം ആ ഒരു കാറ്റഗറി, മേ ബി ടീച്ചേഴ്സിനോടായിരിക്കാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളോടായിരിക്കാം. അപ്പൊ ഒരു പൊതുവായൊരു ഇഷ്ടക്കേടിലേക്ക് അത് അവനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെർബലി നോൺ വെർബലി, ചിലപ്പോൾ ചില ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില കുട്ടികൾക്ക് യാതൊരു ബഹുമാനവും ഇല്ല, പക്ഷെ ചില ടീച്ചേഴ്സ് ഉണ്ട് അവരെ വിളിച്ച്. ഈ കുടുംബങ്ങളിൽ ഇങ്ങനെ നെഗറ്റീവ് ടോക്സ് ഒരുപാട് വർദ്ധിച്ചു വരുന്ന കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടികളാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഒത്തിരി നിഷേധാത്മകമായിട്ടുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അത് നമുക്ക് ആ പ്രാക്ടീസിലേക്ക്, സിസ്റ്ററിൻ്റെ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ ഈ സൈക്കോ തെറാപ്പിയാണോ അതോ ഫാമിലി തെറാപ്പിയാണോ, അതിനൊക്കെ എത്ര നാളെടുക്കും നമുക്ക് അങ്ങനെ ഒരു കോംപ്രമൈസ് ആക്കാൻ? നമുക്ക് കുട്ടികളുടെ കേസസ് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയും എക്സ്റ്റേണലൈസ്ഡ് പ്രോബ്ലംസ് ആൻഡ് ഇന്റേണലൈസ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. എക്സ്റ്റേണലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം അക്രമം പുറത്തേക്ക് വരും, മറ്റുള്ളവരെ തല്ലുക, അടിക്കുക, സാധനങ്ങൾ നഷ്ടപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരും. അല്ലെങ്കിൽ കുട്ടികൾ ഉൾവലിയും, ഈ നമ്മൾ പറയുക സെലക്റ്റീവ് മ്യൂട്ടിസം പോലെയുള്ള, അതായത് ചില കുട്ടികൾ
അകത്തൊക്കെ വർത്തമാനമൊക്കെ പറയും, പുറത്തേക്ക് ഇറങ്ങിയ മിണ്ടില്ല, അല്ലെങ്കിൽ ചില കാറ്റഗറികളോട് അവർ മിണ്ടാതിരിക്കും. അപ്പം ഇതിലേക്കൊക്കെ വരും. ഇങ്ങനെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ അടുക്കയിൽ കുട്ടികൾ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്കുള്ളിൽ ഈ വെറുപ്പിൻ്റെ ഒരു ആസ്പെക്റ്റ് കിടപ്പുണ്ട്. സാധാരണയായിട്ട് നമ്മൾ എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി എന്ന് പറയുന്ന ഒരു സൈക്കോ തെറാപ്പിയുടെ ഫോമുണ്ട്. ഇതിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതായത് അവരുടെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആർട്ട് തെറാപ്പി ഉപയോഗിക്കുന്നത്. പ്ലേ തെറാപ്പി ഒക്കെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു തെറാപ്പി. ഇതിന്റെ ഒരു ആദ്യത്തെ സ്റ്റേജിൽ വീട്ടിൽ നമുക്ക് മാതാപിതാക്കൾക്കായാലും എന്ത് ചെയ്യാൻ സാധിക്കും? അവരൊന്ന് എന്തെങ്കിലിനോടൊരു വെറുപ്പ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ അവിടെ ഒരു ബിഹേവിയർ കറക്ഷനാണ് നമുക്ക് ആവശ്യം. ഇപ്പൊ ഒരു കുട്ടി ഇപ്പം അച്ഛൻ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ കുഞ്ഞിന് ഡയറക്റ്റ്ലി അമ്മയോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും, അമ്മയിൽ നിന്ന് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ സ്വാധീനം ഈ കുഞ്ഞിൽ ഈ അമ്മയോടുള്ളൊരു വെറുപ്പ് ഉളവാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വീടുകളിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഡയറക്റ്റ്ലി ഒരു കുഞ്ഞിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി സെറ്റപ്പിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അച്ഛൻ്റെ വീട്ടുകാരെ കുറിച്ച് അമ്മ കുറെ കുറ്റം പറയും, അമ്മയുടെ വീട്ടുകാരെ കുറിച്ച് അച്ഛൻ കുറെ കുറ്റം പറയും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുഞ്ഞിലാണ് അപ്പൊ പ്രശ്നം ഉണ്ടാകുന്നത്. അവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. അവർക്ക് ഡയറക്റ്റ്ലി ചിലപ്പോൾ മറ്റവരിൽ നിന്ന് യാതൊരു പ്രശ്നം ഉണ്ടായി കാണത്തില്ല. പക്ഷെ ഈ ചിന്ത, ഈ എല്ലാ സമയമുള്ള ഈ പറച്ചിലുകൾ ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുടുംബങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തോ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ ഒരു കുട്ടിയെ കൊണ്ട് ഇവനവരോട് ഇങ്ങനെ പെരുമാറണം, അയൽവക്കക്കാർ ശരിയല്ലാത്ത കൊണ്ട് ഇങ്ങനെ പെരുമാറണം. പക്ഷേ നമ്മൾ ഓർക്കുക, ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അത് ജനറലൈസ്ഡ് ആയിട്ടാണ് കയറി വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടി അത് ഇവരോടും കാണിക്കും. ഇപ്പൊ പ്രായമുള്ളവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വീട്ടിലെ കുട്ടിക്ക് മാത്രമേ ഈ അച്ഛനും അമ്മയും പ്രായമാകുമ്പോഴും ബഹുമാനിക്കണമെന്ന് തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ കുടുംബങ്ങളിലെ നീ നശിച്ചു പോവുള്ളൂ അങ്ങനെയൊക്കെയുള്ള, അത് അവർ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ ഇത് കോമൺ ആയിട്ട് അപ്പൊ ആ കുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർക്കുകയാണ്. ഒന്നിനും സാധിക്കില്ല എന്നൊരു തോന്നലിലേക്ക്. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്താലാണ് അവന്റെ മനസ്സിനെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരാനും അവന്റെ സ്വഭാവത്തെ ശരിയാക്കി കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ല. അപ്പൊ അവിടെ നമുക്ക് പാരന്റ് എഡ്യൂക്കേഷൻ അതിന് വലിയൊരു കുടുംബങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഒരു സമൂഹം വാർത്തെടുക്കുന്നതിലും ഒരു രാഷ്ട്രം വാർത്തെടുക്കുന്നതിലും ഒരു സംസ്കാരം വാർത്തെടുക്കുന്നതിലും എല്ലാം മുഖ്യ പങ്ക് വഹിക്കുന്നത് കുടുംബങ്ങളാണ്. അപ്പൊ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിലേക്ക് വളർത്തിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക്, മറ്റുള്ളവരുടെ ചിന്തകളിലേക്ക് തീ കോരി ഇടാതിരിക്കാനായിട്ട് നമ്മൾ പറയും, ഈ മൈക്രോ അഗ്രഷൻ എന്ന് പറയുന്നത് കനല് പോലെയാണ്, അതിങ്ങനെ കിടക്കുവാണ്. ആ കനല് പറ്റുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ആളിക്കത്തും, അത് നശിപ്പിക്കും. ആ നശീകരണത്തില് ഞാനും നശിക്കും, ഈ കൊടും കുറ്റവാളികളായി പോകുന്നവരുടെയൊക്കെ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെറുപ്പുകളൊക്കെ ഉണ്ടാകും. ഇപ്പൊ നമ്മള് എല്ലാ കാര്യത്തിനും ഇതാണ് കാരണം എന്ന് പറഞ്ഞ് വെക്കുകയല്ല, പക്ഷേ ഇതൊരു കാരണം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും വെറുപ്പുകളില്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ മുതിർന്നവരിലാണെങ്കിലും വെറുപ്പുകളില്ലാത്ത ഒരു സാഹോദര്യവും ഒരു സൗഹൃദവും ഒരു സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ അവിടെയൊക്കെ കൂടുതലും ദൈവഭയവും ദൈവഭക്തിയും ഒരു ദൈവാശ്രയ ബോധമൊക്കെ നമ്മളെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കും. അപ്പം എല്ലാവർക്കും അങ്ങനെ വെറുപ്പുകളില്ലാത്ത ഒരു ലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഒരു അവസരം ഇതുവഴി ഒരുക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണയ്ക്കും ഡോക്ടർ ടോം പയ്യപ്പിള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി.